ഹായ്, മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്റ്റൈലിലുള്ള ഒരു ഈവനിങ് ഡിഷാണ് പരത്തിയപ്പം. ഇതെൻ്റെ ചെറുപ്പകാലത്ത് മുത്തശ്ശിയൊക്കെ എനിക്ക് ഒരുപാട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നമ്മളിത് ചായയുടെ കൂടെയൊക്കെ ഈവനിങ്ങിൽ ചായയുടെ കൂടെയൊക്കെയാണ് ഇത് കഴിക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണിത്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. പരത്തിയപ്പത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. 1 ഗ്ലാസ് പച്ചരി, 1/2 ഗ്ലാസ് സാമ്പാർ പരിപ്പ്, പിന്നെ 1/2 ഗ്ലാസ് ഉഴുന്ന്. ഇത് മൂന്നും നമുക്ക് ഒരു 4 മണിക്കൂർ നമുക്കിതിനെ കുതിർത്ത് വയ്ക്കാം. 4 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതിനെ അരച്ച് കൊണ്ടുവരാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കാതെ ഈ ഒരു രീതിയിൽ തന്നെ ഇത് അരച്ചെടുക്കണം. അധികം മുതിയാനും പാടില്ല ഇത്. നമുക്കിതിലേക്ക് 1 ഗ്ലാസ് തേങ്ങ ചേർക്കാം. അടുത്തത് ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത്, ഒരു ചെറുത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ആവശ്യത്തിന്, ഇഞ്ചി അത് 1 ടേബിൾ സ്പൂൺ, മുളക് പൊടിയല്ല, മുളക് ചെറുതായി പൊടിച്ചത്, ഇതേ രീതിയിൽ ചെറുതായി പൊടിച്ചത്, മുളക് പൊടിച്ചത് അതും ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് ഇത് നന്നായി കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ദോശക്കല്ലിലേക്ക് ഇത് പരത്തി പാകം ചെയ്തെടുക്കാം. ദോശക്കല്ലിലേക്ക് പരത്തുന്നതിന് മുന്നേ ദോശക്കല്ല് ചൂടാക്കരുത്. നമ്മളിത് പരത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ദോശക്കല്ല് ചൂടാക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഈ ദോശക്കല്ല് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അടച്ച് വെച്ച് ചെറിയ തീയിൽ 10 മിനിറ്റ് ഇതിനെ വേവിച്ചെടുക്കാം. നമുക്കിത് റെഡിയായെന്ന് നോക്കാം. നമുക്കിത് ദോശ പോലെ തന്നെ ഇത് മറിച്ചിടാം. നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സൈഡ് പോലെ തന്നെ മറുഭാഗവും നമുക്ക് നന്നായി മൊരിഞ്ഞ് കിട്ടണം. ഇതിലെ ഒരു 10 മിനിറ്റ് സമയം ചെറിയ തീയിൽ മറുഭാഗവും നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ പരത്തിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് 4 മണി പലഹാരമായി കഴിക്കാം. ചായയുടെ കൂടെ ഇത് കഴിക്കാം. നല്ല ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം.